നമ്മളിപ്പം കുടുംബത്തെ മാത്രം വെച്ചുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. തൊഴിലിടത്ത കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ കണ്ടതാണ്, ഒരു പെൺകുട്ടി, ഞങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള ഒരു പെൺകുട്ടി, ഞങ്ങളുടെ ഒരു സഹോദരി, അവരുടെ വക്കീലാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് അവര് കാണിച്ച ആ ധൈര്യം, അവരവരുടെ മുഖം കാണിക്കാനും പുറത്തു വരാനും തയ്യാറായ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ പോലും അതില് പല കാര്യങ്ങളും നമ്മൾ പറയണ്ട, കോടതിയുടെ കൺസിഡറേഷനിൽ ഇരിക്കുന്ന കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് IC വേണം എന്നുള്ള ഒരു സംഭവം. ശരിക്കും അത് വിശാഖ ഗൈഡ്ലൈൻസ് പ്രകാരം 2013 മുതൽ അതെ, അപ്പൊ അതുണ്ട്. പക്ഷെ അത് സ്ട്രോങ് ആയിട്ട് സിനിമയിലൊക്കെ വന്നത് ഈ ഒരു കാര്യം വന്ന് അതിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ്. അപ്പൊ സിനിമയിൽ അതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്ന് പറയുകയും WCCയും പിന്നെ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം അത് വരികയൊക്കെ ചെയ്ത് ആ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും തൊഴിൽ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളെ നമ്മളിലേക്ക് അത് വരാറുണ്ട്, ചർച്ചകൾക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ നേരത്തെ ഇതേപോലെ ഒരു കുട്ടിയും കൂടെ, നമ്മുടെ ഒരു നടിയും കൂടെ റീസെന്റ് ആയിട്ട് ആ കുട്ടിയുടെ ഒരു അനുഭവം ആ കുട്ടിക്ക് ആരോട് പറയണമെന്നറിയാതെ പേടി കൊണ്ട് ആ കുട്ടി അത് നേരിട്ട് ഫേസ്ബുക്ക് ലൈവ് വരികയാണ് ചെയ്തത്. പക്ഷെ ഈ ഓരോ കേസിലും ഇങ്ങനെ വരുമ്പോൾ പോലും എന്ത് പറഞ്ഞുകൊണ്ട് ഇവരെ സൈലൻസ് ചെയ്യാം എന്ന് നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷെ ഇപ്പൊ പറഞ്ഞു, താങ്കളുടെ ഫോട്ടോ കണ്ടാൽ താങ്കൾക്ക് അത് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചാൽ, അത് ആണിനായാലും പെണ്ണിനായാലും എല്ലാവർക്കും ഇത് മാനസികമായിട്ട് ഒരേപോലെ എടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ചില സമയത്ത് ഇപ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മുടെയൊക്കെ തൊഴിൽ മേഖലയിൽ ചെയ്യുന്ന എന്താണെന്നറിയോ സാറിന്, ഇപ്പൊ കുറെ മാറ്റങ്ങളുണ്ട്. ICകൾ വരണം എന്ന് പറയുമ്പോൾ അതിന് വരുന്ന പരാമർശങ്ങൾ എന്താന്ന് വെച്ചാൽ, പെണ്ണുങ്ങൾ അഭിനയിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ തീർന്നില്ലേ, പെണ്ണുങ്ങളെ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ടെന്ന് ആലോചിച്ചാൽ തീർന്നില്ലേ എന്നുള്ളതാണ്.